ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏഴാമത്തെ പാഠഭാഗം ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഡെസിമൽ ഓപ്പറേഷൻസ്, ദശാംശ രീതികളാണ് ചെയ്യുന്നത്. അതിൽ പേജ് നമ്പർ 118, അതായത് ഡെസിമലിന്റെ ഡിവിഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ 100, 10, 100, 1000 എന്നുള്ള സംഖ്യകൾ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്, പോയിന്റ് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ മാറുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇനി അതർ ഡിവിഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേറെയും ചില ഹരണം, അതർ ഡിവിഷൻസ്. അതായത് നമ്മളിപ്പോ ഡെസിമൽ ഡിവിഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അത് എങ്ങനെയുള്ളതാ പഠിച്ചേ? ഒരു ഡെസിമൽ നമ്പറും ഒരു നാച്ചുറൽ നമ്പറും തമ്മിലുള്ള ഡിവിഷനാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്കിതാ ഇങ്ങനെ വന്നാലോ, രണ്ടും ഡെസിമൽ നമ്പർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ വന്നാ. അതായത് ഇതേ നോക്കുക, 8.4 ഡിവൈഡ്സ് 0.4. ഇതൊന്നാമത്തെ കണക്കായിട്ട് വേണമെങ്കിൽ എഴുതിക്കൊള്ളൂ. രണ്ടും ഡിവിഷൻ ചെയ്യാൻ വരുന്നു. രണ്ടും ഡെസിമൽ നമ്പർ ആണെങ്കിൽ, അതായത് ഉള്ളിൽ എഴുതുന്ന സംഖ്യയും പുറത്ത് എഴുതുന്ന സംഖ്യയും നമുക്ക് ഡിവിഷൻ പോയിന്റ് ഇട്ടിട്ടുള്ള സംഖ്യകള് ഡെസിമൽ നമ്പർ തന്നെയാണ് വരുന്നത് എങ്കിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നാണ് കാണേണ്ടത്. ഇങ്ങനെ രണ്ട് നമ്പറുകളും ഡെസിമൽ നമ്പർ ആണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിനെയും ഫ്രാക്ഷൻ ആക്കി മാറ്റുക ആദ്യം. അപ്പൊ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാൻ നമ്മൾ അഞ്ചാമത്തെ ക്ലാസ്സിൽ അഞ്ചാമത്തെ ലെസണിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? ആദ്യം തന്നെ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടോ അത്രയും 0 ഇടതുഭാഗത്ത് 1 ഇടുക. ഓർമ്മ വരുന്നുണ്ടോ? പിന്നെ ന്യൂമറേറ്റർ എഴുതുക വെച്ചാൽ പോയിന്റ് ഇല്ല എന്ന് കണക്കാക്കി സംഖ്യ ഒരുമിച്ച് എഴുതുക. അപ്പൊ 8.4 എന്നുള്ളതിന്റെ ഫ്രാക്ഷൻ ഫോം 84/10 എന്ന് കിട്ടി. അതേപോലെ 0.4 എന്നുള്ളതിന് നമ്മൾ ആദ്യം ഡിനോമിനേറ്റർ ആണ് എഴുതുന്നത് കേട്ടോ. ഡിനോമിനേറ്റർ എങ്ങനെയാ? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണ്, അപ്പോൾ ഒരു 0 ഇടതുഭാഗത്ത് 1. ഇനി ന്യൂമറേറ്റർ എങ്ങനെയാ? പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് 0.4 എന്ന് എഴുതി. അപ്പൊ ഈ 0ത്തിന് വിലയില്ല എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4/10 എന്ന് കിട്ടി. അപ്പൊ രണ്ട് ഡെസിമൽ നമ്പറിനെയും നമ്മൾ ഫ്രാക്ഷൻ ആക്കി മാറ്റി. ഇനി ഈ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 8.4 എന്നുള്ളതിന് പകരം നമ്മൾ എഴുതിയ ഫ്രാക്ഷൻ 84/10 ഡിവൈഡ്സ് 0.4 എന്നുള്ളതിന് പകരം 4/10 ഫ്രാക്ഷൻ രൂപത്തിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഡിവിഷൻ ഫ്രാക്ഷന്റെ മൂന്നാമത്തെ ലെസണിൽ എങ്ങനെയാണ്? ഡിവിഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഫ്രാക്ഷനെ തല തിരിച്ചിട്ടിട്ട് റെസിപ്രോക്കൽ ഇട്ടിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ 84/10 ഇൻറ്റു ഡിവിഷൻ എന്നുള്ളത് ഇൻറ്റു ആയി മാറി. ഇനി എന്താണത്? തല തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ടും ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയിട്ടും 10/4 എന്ന് വരും. അപ്പൊ ഒരേപോലത്തെ സംഖ്യകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ 10ഉം 10ഉം വെട്ടിക്കളഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? 84/4 ആണ്. നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോ 21 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് ഡെസിമൽ നമ്പറുകളുടെ ഡിവിഷൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുക? തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ ആദ്യം ഫ്രാക്ഷൻ ആക്കി മാറ്റണം. എന്നിട്ട് ആ ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ മറച്ചിട്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സെയിം നമ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കട്ടിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ 84 × 10 840/40 എന്നുള്ളത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇത് തന്നെയായിരിക്കും. ഇത് കോപ്പി ചെയ്തെടുത്തു കേട്ടോ. ഇങ്ങനെയാണ് നമ്മളുടെ രണ്ട് ഡെസിമൽ നമ്പറുകൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇതില് അതർ ഡിവിഷൻസ് അല്ലെങ്കിൽ വേറെയും ചില ഹരണം എന്നുള്ളതില് വർക്ക്ഔട്ട് ചെയ്തിട്ട് ടെക്സ്റ്റിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ടീച്ചർ എപ്പോഴും പറയുന്നത് പോലെ അത് കൃത്യമായിട്ട് ചെയ്യുക. ടീച്ചർ ഡയറക്റ്റ് ആയിട്ട് എക്സസൈസിലേക്ക് കിടക്കുകയാണ്. ഇതിൽ ഓൾറെഡി ആൻസർ തന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അത് വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതല്ലേ. അപ്പൊ അത് ചെയ്യാം കേട്ടോ, ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? എക്സസൈസ് തുടങ്ങാണ് പേജ് നമ്പർ 119 കേട്ടാ. അതർ ഡിവിഷൻസ് എന്നുള്ളതിന്റെ ഫസ്റ്റ് എക്സസൈസ്, ഒന്നാമത്തെ പ്രോബ്ലം. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ?
The area of a rectangle is 3.25 square meter and its length is 2.5 centimeter. ആ സ്ക്വയർ മീറ്റർ എന്നുള്ളത് സ്ക്വയർ സെന്റിമീറ്റർ ആക്കും കേട്ടോ. രണ്ടും വ്യത്യസ്ത മെഷേഴ്സ് അല്ല, സെയിം മെഷർ തന്നെയാണ്. സ്ക്വയർ മീറ്റർ എന്നുള്ളത് ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ 2.5 സെന്റിമീറ്റർ എന്നുള്ളത് മീറ്റർ ആക്കി മാറ്റാം. എന്താ ചോദ്യത്തിൽ എന്താ വ്യത്യാസം വരുത്തേണ്ടതെന്ന് അറിയോ? ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ, മലയാളം മീഡിയത്തിൽ മീറ്റർ തന്നെയാണ് തന്നേക്കുന്നത്. ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 3.25 സ്ക്വയർ മീറ്റർ ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 2.5 മീറ്റർ എന്നാക്കും. അത് സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ ആ സെന്റി എന്നുള്ളത് കട്ട് ചെയ്യാം. മീറ്റർ, വാട്ട് ഈസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്? ഏരിയയും തന്നിട്ടുണ്ട്, ലെങ്തും തന്നിട്ടുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് എങ്ങനെയാ കാണാം? പരപ്പളവും നീളവും തന്നാൽ വീതി എങ്ങനെ കാണാം? പരപ്പളവ് ഹരിക്കണം നീളം അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റെപ്പ് എഴുതാം. ചോദ്യം എഴുതാനുള്ള സ്ഥലം കിട്ടുള്ളൂ കേട്ടോ. ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ, ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ is equal to എത്ര? 3.25 സ്ക്വയർ മീറ്റർ, ചതുരശ്ര മീറ്റർ. ചതുരത്തിന്റെ പരപ്പളവ്, ചതുരത്തിന്റെ പരപ്പളവ് അതാണ് തന്നിരിക്കുന്നത്. പിന്നെയോ നീളം സമം ലെങ്ത്, ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? നീളം 2.5 മീറ്റർ. Therefore breadth is equal to, breadth ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വീതി equal to എന്താണ്? ആദ്യം ഫോർമുല എഴുതണം. എന്താണ്? ഏരിയ ഡിവൈഡ്സ് ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? പരപ്പളവ് ഹരിക്കണം, ഹരണം എന്നുള്ളത് ബൈ എഴുതിയാലും മതിയല്ലോ, നീളം. That is equal to 3.25 divides അല്ലെങ്കിൽ by 2.5. ഇതിനെ തന്നെ ഫ്രാക്ഷൻ ആക്കി മാറ്റി. അപ്പൊ എന്താ വരിക? 325 by 100 divides 25 by 10. ഈ രണ്ടാമത്തെ മറിച്ചിട്ട് ഗുണിക്കല്ലേ ചെയ്യാ. അപ്പൊ 325 by 100 into ഹരണം എന്നുള്ളത് ഇൻറ്റു ആയി മാറി. ഇതിനെ മറച്ചിട്ടുമ്പോ 10 by 25. അപ്പൊ 0 ഒരെണ്ണം കട്ട് ചെയ്ത് പോയി. അപ്പൊ മുകളില് 325 by 10 into 25 എന്നായി ബാക്കി അല്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടത്? 325 ഡിവൈഡ് ചെയ്ത് പോകുന്നു നോക്കി നോക്കൂ. ടീച്ചർക്ക് സ്ഥലം ഇല്ലാണ്ടായി. ടീച്ചർ തൽക്കാലം ഇവിടെ ചെയ്യും കേട്ടോ. 325നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കി. 1 3 പോകും തോന്നുന്നുണ്ടല്ലേ. 13 പ്രാവശ്യം അങ്ങോട്ട് പോകും തോന്നുന്നു അല്ലേ? അപ്പൊ എന്താണ് വരിക? 13 by 10. ഈ 10 ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് നമ്മളുടെ ഡിവൈഡ് ചെയ്തപ്പോ 13 എന്ന് കിട്ടിയത് കേട്ടോ. 325നെ 25 കൊണ്ട് ഹരിച്ചപ്പോഴാണ് നമുക്ക് 13 എന്ന് കിട്ടിയത്. പക്ഷെ ഈ 10 അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ 13 by 10 സമം എന്ത് വരും? 1 point. ഇതിനെ വീണ്ടും ഫ്രാക്ഷൻ നമുക്ക് ഡെസിമൽ ആക്കി കൂടെ. ഒരു പൂജ്യമാണുള്ളത്. അപ്പൊ ന്യൂമറേറ്ററിൽ വലത്തുനിന്ന് ഇടത്തോട്ട് ഒരു സ്ഥാനം. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ 5ാമത്തെ ലെസൺ പഠിച്ചത് നന്നായിട്ട് തറവായിട്ട് പഠിച്ച അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇപ്പൊ ഈ 7ാമത്തെ. അപ്പൊ ആ ഫ്രാക്ഷനെ ഡിവിഷൻ ആക്കണതും അല്ല ഫ്രാക്ഷനെ ഡെസിമൽ ആക്കുന്നതും ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കുന്നതും ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഒരു പൂജ്യമാണുള്ളത്. അപ്പൊ ന്യൂമറേറ്ററിൽ വലത്തുനിന്ന് ഇടത്തോട്ട് ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 1.3 മീറ്റർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. A can contains 4.05 liters of coconut oil. It must be filled into 0.45 liter bottles. How many bottles are needed? 4.05 ലിറ്റർ കോക്കനട്ട് ഓയിലാണ് ഒരു ക്യാനിൽ ഉള്ളത്. അത് 0.45 ലിറ്റർ കൊള്ളുന്ന ബോട്ടിലുകളിലാക്കിയാൽ എത്ര ബോട്ടിലുകളാണ് നമുക്ക് ആവശ്യം വരിക? രണ്ടും ഡിവിഷനാണ് വരുന്നത് അല്ലേ? ഒരു ക്യാനിലാകെ 4.05 ലിറ്റർ വെളിച്ചെണ്ണയാണുള്ളത്. അതിനെ 0.45 ലിറ്റർ കൊള്ളുന്ന ചെറിയ ചെറിയ കുപ്പികളിൽ അല്ലെങ്കിൽ ബോട്ടിലുകളാക്കിയാൽ
എത്ര ബോട്ടിലുകളാണ് എനിക്ക് ആവശ്യം വരിക, ഇത് മുഴുവൻ നിറച്ചെടുക്കാൻ എത്ര ബോട്ടിലുകളാണ് എനിക്ക് ആവശ്യം വരുന്നത് എന്നാണ് ചോദ്യം. ചെയ്യാൻ പറ്റുമല്ലോ, ചെയ്യോ? ഡിവിഷൻ തന്നെയല്ലേ നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെയ്യും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് oil, coconut oil 4.05 ലിറ്റർ. വെളിച്ചെണ്ണയുടെ ആകെ അളവ്. വെളിച്ചെണ്ണയുടെ ആകെ അളവ്. വെളിച്ചെണ്ണയുടെ ആകെ അളവ് സമം 4.05 ലിറ്റർ. Quantity of oil contains in one bottle. Quantity of oil contained in one bottle. ഒരു ബോട്ടിലുള്ള കൊള്ളാവുന്ന കുപ്പിയിൽ കൊള്ളുന്ന, അല്ലെങ്കിൽ the capacity of one bottle എഴുതിയാലും മതി. വെളിച്ചെണ്ണയുടെ അളവ് അതാണ് 0.45 ലിറ്റർ. Therefore, number of bottles needed. Number of such bottles needed. ആയതുകൊണ്ട് കുപ്പികളുടെ ആകെ എണ്ണം, കുപ്പികളുടെ ആകെ എണ്ണം, കുപ്പികളുടെ ആകെ എണ്ണം സമം ഇത് വരും 4.05 ഡിവൈഡ്സ് എന്നുള്ളതിന് ബൈയും എഴുതും കേട്ടോ. 0.45 ഇതിനെ 405 by 100 divides 45 by 100 എന്ന് എഴുതി കൂടെ. 0.45 എന്നുള്ളതിന് പകരം ഇങ്ങനെ എഴുതാം കേട്ടോ. 100 into മറിച്ചിട്ടല്ലേ ചെയ്യേണ്ടത്, 100 by 45. അപ്പൊ 100ഉം 100ഉം വെട്ടിക്കളഞ്ഞാൽ പിന്നെ 405 by 45 എന്നാണ് വരിക. അതിന് എത്ര ആൻസർ വരിക എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കണ്ടെത്തി വരണം. എത്രയാ വരിക? 405 divides 45. എത്ര വരും? 405 45 9 ആണ്. നയൻ ടൈംസ് ആണ് വരിക കേട്ടോ. എത്ര വരും? 9 ബോട്ടിൽസ്. ബോട്ടിലുകളുടെ എണ്ണം എത്രയാണെന്നല്ലേ ചോദിച്ചേക്കണം. 9 ബോട്ടിൽസ് എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പോർഷൻസ് ബിലോ. താഴെ തന്നിരിക്കുന്നവയുടെ ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് മാച്ചോട്ടെ. ബോർഡിലത്തെ കഴിഞ്ഞോ? എഴുതിയെടുത്ത് കഴിഞ്ഞെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളൂ. അതില് എ ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളൂ. കാൽക്കുലേറ്റ് ദ പോർഷൻസ് ബിലോ. ചുവടെയുള്ള ഹരണഫലങ്ങൾ കണ്ടുപിടിക്കുക. അതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത് കേട്ടോ. മൂന്നാമത്തേല്
A question. എന്താണ് 35.37 by 0.03 എന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് എന്താണ്? അപ്പോ ഡിവൈഡ്സ് 0.03 എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ബൈ എത്ര വരും? 100 അല്ലേ വരിക? ഹരിക്കണം 3/100 അല്ലേ? 003 എന്ന് എഴുതുന്നതും 3 എന്ന് എഴുതുന്നതും സെയിം തന്നെയല്ലേ? എന്താണ് മറച്ചിട്ട് കുടിക്കണം. അപ്പൊ ഇൻറ്റു 100/3 അല്ലേ വരിക? അപ്പൊ ഈ 100ഉം 100ഉം വെട്ടിക്കളഞ്ഞാൽ ബാക്കിയുള്ളത് 3537/3. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കൂ, എത്ര കിട്ടുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 133. ഇതല്ലേ കിട്ടുക? 1179. ആൻസർ കിട്ടണേ ഡിവിഷൻ ചെയ്ത് നോക്കണം. 10.92 by 2.1 അതായത് 10.92 divides 2.1 that is equal to by 100 divides 21/10 by 100 into 10/21. അപ്പോൾ ഒരു 0 കളഞ്ഞാൽ ബാക്കി ഇത്രയും കിട്ടി. 10 into 21 എന്ന് കിട്ടി. ഞാൻ 21 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഈ ഡിവൈഡ് ചെയ്തത് മാറ്റോട്ടെ, കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണു? ഈ സംഖ്യ ഡിവൈഡ് ചെയ്യണം. 1092 divides 21 ചെയ്യാണ്. 21 into 42 52/10 എന്ന് കിട്ടും. കാരണം ഈ 10 അതേപോലെ തന്നെ ഉണ്ട്. എത്ര വരും? 5.2. ഇതൊക്കെ സ്പീഡിൽ ചെയ്യേണ്ടത് നമ്മൾ 5ാമത്തെ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ആ വീഡിയോ ഒക്കെ ഒന്നുകൂടെ ചെയ്ത് കണ്ടു നോക്കുക കേട്ടോ. ഫ്രാക്ഷനെ ഡെസിമൽ ആക്കണതും കാര്യങ്ങളൊക്കെ നമ്മൾ 5ാമത്തെ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞ് പോവാത്തത്. സി ക്വസ്റ്റ്യൻ 40.48 by 1.1 അതായത് 40.48 ഡിവൈഡ്സ് തന്നെയാണ്. ഈ ബൈ ഇടുന്നതും ഡിവിഷൻ എഴുതുന്നതും സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 100 ആണ് അടിയില്, ന്യൂമറേറ്ററിൽ 4048 ഡിവൈഡ്സ് ഇവിടെ ഡിനോമിനേറ്ററിൽ 10 ആണ് 11. എന്താണ് മറിച്ചിട്ടതാവല്ലേ വേണ്ടു? 4048 by 100 into 10/11. ഇവിടെ ഒരു 0 വെട്ടിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളത് 4048 by 10 into 11. ഈ ഡിവിഷൻ മാച്ച് കളയുന്നു കേട്ടോ. ഇതും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ 4048നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര വരും? 33 ആണ്, 74, 66 എത്ര വരിക? 88 അല്ലേ? 88 സി. അപ്പൊ 368/10 വരും. അതാണ് എന്ത് വരുന്നത്? ഒരു സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് ഇടാം. 36.8 എന്നുള്ള ആൻസർ വരും. ഡി ക്വസ്റ്റ്യൻ എന്താണ്? 0.045 by 0.05. 0.045 divides 0.05. ഒപ്പത്തിന് എഴുതി പോവാട്ടോ. ടീച്ചർ എഴുതണതിന്റെ ഒപ്പം തന്നെ എഴുതി പോവാം. അപ്പൊ എന്താ വരിക? ഇവിടെ 45/1000 divides
5 by 100. That is equal to 45 by 1000 into 100 by 5. രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞു. 5 എന്നുള്ളത് 9 പ്രാവശ്യം പോകും. ചെറിയ സംഖ്യ ആയതുകൊണ്ട് ഇപ്പൊ വെട്ടിയത് കേട്ടാ. അപ്പൊ ബാക്കിയുള്ളത് 9 by 10 ആണ്. അത് 0.9. അല്ല വെട്ടിക്കളഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല. 45 by 10 into 5 എന്ന് എഴുതിയിട്ട് പിന്നെ ഡിവൈഡ് ചെയ്ത് 45 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടുന്നത് ഇത് തന്നെയായിരിക്കും കേട്ടോ. എന്താണ് അടുത്ത രണ്ടെണ്ണം 5ഉം 6ഉം ഹോംവർക്ക് ചെയ്തിട്ട് വരിക. 0.001 ഡിവൈഡ്സ് 0.1 അതും ഹോംവർക്ക്. 5.356 ഡിവൈഡ്സ് 0.13 ആ രണ്ടെണ്ണം ഹോംവർക്ക് ചെയ്തിട്ട് വരിക. പിന്നത്തെ രണ്ടെണ്ണം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. ഏതാണ് ABCD E Fഉം Eയും Fഉം ഹോംവർക്ക്. G ആണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. എന്താ 0.2 into 0.4 by 0.02. ഇത് കുറച്ചും കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് ഡിവിഷനും ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 0.2 into 0.4 അതിന്റെ ആൻസർ എത്രയാന്നുള്ളത് ആദ്യം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ. അതിന്റെ ആൻസർ ആദ്യം എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. 2 4s are 8. 8 ആണ് വരുന്നത്. ഡെസിമൽ കഴിഞ്ഞിട്ട് ആദ്യത്തേൽ ഒരു സംഖ്യയുണ്ട്, ഇവിടെ ഒരു സംഖ്യയുണ്ട്. അപ്പൊ മൊത്തം 2 സംഖ്യകളാണുള്ളത്. അപ്പൊ വലത്തുനിന്ന് ഇടത്തോട്ട് 2 സംഖ്യകൾ കഴിഞ്ഞിട്ട് പോയിന്റ്. അപ്പൊ ഒരു സംഖ്യ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സംഖ്യ ഞാൻ എക്സ്ട്രാ ഇട്ടു. അപ്പൊ 0.08 എന്നുള്ളത് ആൻസർ കിട്ടി. അപ്പോ നമ്മുടെ ചോദ്യം ഒന്നുകൂടി എടുത്തെഴുതുക. 0.2 into 0.4 by 0.02 equal to ഇത് മൾട്ടിപ്ലൈ ചെയ്തതിന് പകരം അതിന്റെ ആൻസർ എഴുതാം by 0.02 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 0.08നെ 0.02 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ ഫ്രാക്ഷൻ ഫോം 8 by 100 ഡിവൈഡ്സ് പിന്നത്തെ 2 by 100. ഈ ഡിവിഷന്റെ ഫ്രാക്ഷന്റെ ഡിവിഷൻ വരുമ്പോൾ മറച്ചിട്ട് ഗുണിക്കുക, റെസിപ്രോക്കൽ ഇട്ട് ഗുണിക്കുക. വരുമ്പോൾ എത്രയും 8 4 times പോകും ആൻസർ. ഇത്രയും വലിയ കാര്യം നമുക്ക് ആൻസർ കിട്ടിയത് എത്രയാണ്? 4 ആണ് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 0.01 into 0.01 by 0.001 into 0.1. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് 1 into 1 എത്രയാ? 1 തന്നെയാണ് വരിക. ന്യൂമറേറ്ററിൽ 4 സ്ഥാനങ്ങളാണ് വേണ്ടത്, ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ എക്സ്ട്രാ എത്ര പൂജ്യം കൂടി എനിക്ക് വേണം? 3 പൂജ്യം നമ്മൾ ചേർക്കണം. 4 സ്ഥാനം ഡെസിമൽ കഴിഞ്ഞിട്ട് വേണ്ടത് 1 2 3 4. അപ്പൊ വലത്തുനിന്ന് ഇടത്തോട്ട് 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. നമ്മുടെ കയ്യിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ, എക്സ്ട്രാ 3 പൂജ്യം നമ്മൾ എഴുതി ഒന്നിന്റെ ലെഫ്റ്റ് സൈഡിൽ. ബൈ ഇതും 1 into 1 1 തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെയും 4 സ്ഥാനം 1 2 3 4. അപ്പൊ എത്ര പൂജ്യം വീണ്ടും ഇടണം? 3 പൂജ്യം വീണ്ടും ഇടണം. ഇതാണ് വേണ്ടത്. അപ്പൊ ഇത് 0.0001 ഡിവൈഡ്സ് 0.0001 എത്ര വരും? 1 by 10,000 അല്ലേ? ഹരിക്കണം 1 by 10,000. That is equal to 1 by 10,000 into 10,000 by 1. വെട്ടിക്കളഞ്ഞപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഉത്തരം കിട്ടിയത്? 1/1 എന്ന് കിട്ടി. അതിന്റെ ആൻസർ എത്രയാ? 1 തന്നെയല്ലേ വരിക. മുകളിലും താഴെ ഒരേ സംഖ്യ ആകുമ്പോൾ അത് വെട്ടിക്കളയാം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 1/1 ആണ്. 1/1 ആൻസർ ഈസ് 1. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 12,125 divided by which number gives 1.2125? 12,125നെ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 1.2125 കിട്ടുന്നത്?
നാലാമത്തെ ചോദ്യത്തില് 12,125 divides dash is equal to 1.2125. നമ്പർ എഴുതിക്കൊള്ളു, ഏത് നമ്പർ ആണെന്നല്ലേ അറിയണ്ടേ. അപ്പൊ അത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ സംഖ്യയെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇത് കിട്ടി. അതായത് പോയിന്റും കൂടെ വന്നുട്ടാ. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം? 1, 2, 3, 4. അപ്പൊ 4 പൂജ്യങ്ങളുള്ള ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് എനിക്ക് എന്ത് വന്നത്? ഈ ആൻസർ കിട്ടിയത്. അതേതായിരിക്കും സംഖ്യ? 4 പൂജ്യങ്ങളുള്ള ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണല്ലോ? ഇതൊക്കെ സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാ. 4 പൂജ്യമുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാ? ഇതല്ലേ വരിക. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെയല്ലേ നമ്മൾ എത്ര പൂജ്യങ്ങളുണ്ടോ അത്രയും സ്ഥാനം വലത്തുനിന്ന് ഇടത്തോട്ട് സെയിം നമ്പർ തന്നെയല്ലേ. അപ്പൊ ഇവിടെ നമ്പർ വേറെ ഒന്നും വരാൻ പോകുന്നില്ല, ഒന്ന് തന്നെ വരാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ഡെസിമൽ നോക്കേണ്ടത് നമ്മൾ പൂജ്യങ്ങൾ നോക്കിയിട്ട് ആ ഡെസിമൽ നോക്കാം. അപ്പൊ വലത്തുനിന്ന് ഇടത്തോട്ട് 4 സ്ഥാനങ്ങളാണുള്ളത്. ആ 4 പൂജ്യങ്ങളാണ് നമ്മൾ എത്ര സ്ഥാനങ്ങളുണ്ടോ അത്രയും പൂജ്യങ്ങളല്ലേ ഇടാറ് അല്ലേ. അപ്പൊ ആൻസർ എത്ര കിട്ടി? 10,000 എന്നാണ് ആൻസർ കിട്ടിയത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 0.01 multiplied by which number gives 0.01 into ഏതോ ഒരു നമ്പർ ട്ടാ. അത് ഏതാ നമ്പർ എന്നറിയില്ല. ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0. എത്ര കിട്ടി? 2, 4, 4 പൂജ്യം 1 കിട്ടി. 4 പൂജ്യം 1 കിട്ടി എങ്കിൽ സംഖ്യ ഏത്? എന്താ ചെയ്യാ? ഈ ഇൻറ്റു എന്നുള്ളത് അങ്ങോട്ട് മുമ്പ് ഡിവൈഡ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. നമ്പർ ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഇൻറ്റു ചെയ്തത് 2നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 6 കിട്ടി. ആ 3ന്റെ സ്ഥാനത്ത് നമുക്ക് തന്നിട്ടില്ലേ 2നെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 6 കിട്ടുന്നത്. ചെറിയ സംഖ്യ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അറിയാം. അല്ലെങ്കിൽ 6നെ 2 കൊണ്ട് ഹരിക്കുകയല്ലേ ചെയ്യുക. അതേപോലെ തന്നെ കിട്ടിയ ഉത്തരം എത്രയാണോ അതിനെ സംഖ്യ കൊണ്ട് ഹരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഈ ഇൻറ്റു എന്നുള്ള സംഖ്യ അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായി മാറില്ലേ. എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ ആക്കി മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യാവൂ. അപ്പൊ 1/1, 2, 3, 4, 5 അല്ലേ വരിക. 5 സ്ഥാനാവരണം divides 1/100. That is equal to 1/100 മറിച്ചിട്ട് 2 പൂജ്യം വെട്ടിക്കളഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് 1/1000 ആണ് ബാക്കിയുള്ളത് അല്ലേ. അതിന്റെ ഡെസിമൽ ഫോം എന്താ? 0.001. അതായത് 1 കഴിഞ്ഞു, 3 സ്ഥാനം വേണം, 2 എക്സ്ട്രാ 0 കൊടുത്തു. 0.001 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ആ എക്സസൈസ് കഴിഞ്ഞു. നന്നായിട്ട് ചെയ്ത് പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഒരുപാട് കുറച്ചധികം കണക്കുകൾ നമ്മൾ ചെയ്തു. 2 കണക്ക് ഹോംവർക്കും തന്നിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തിട്ട് വരണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തത് ഹെഡിങ് എഴുതാം. ഹോംവർക്ക് ചെയ്യാനുള്ള സ്ഥലം വിട്ടതിന് ശേഷം ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്നുള്ള ഹെഡിങ് എഴുതാം. ഹോംവർക്ക് ചെയ്യാനുള്ള സ്ഥലം വിട്ടതിന് ശേഷം നമ്മൾ ഭിന്നവും ദശാംശവും ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്നുള്ള ആ ഹെഡിങ് എഴുതാം. നമ്മൾ മറ്റേ ക്ലാസ്സിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രാക്ഷനെ ഇത് കഴിഞ്ഞില്ലേ, ഫ്രാക്ഷനെ ഡെസിമൽ ആക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. എങ്ങനെയാണ് ഫ്രാക്ഷനെ ഡെസിമൽ ആക്കുക? അതായത് 5/8, 1/8, 1/4 ഇങ്ങനെ 10, 100, 1000 എന്നുള്ള സംഖ്യകളല്ലാതെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് ഹെഡിങ് എഴുതിക്കൊള്ളൂ. ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്. ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് ഭിന്നവും ദശാംശവും. ഭിന്നവും ആ ഹെഡിങ് എഴുതട്ടെ. ഭിന്നവും ദശാംശവും. ഭിന്നവും ദശാംശവും ഹെഡിങ് എഴുതാം. നമ്മൾ സാധാരണ ഇതുവരെയുള്ളത് അല്ലെങ്കിൽ 5ാമത്തെ പാഠത്തിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് ഡിനോമിനേറ്റർ 10, 100, 1000 അങ്ങനെ വരുന്ന സംഖ്യകളുടെ ഫ്രാക്ഷൻസിന്റെ ഡെസിമൽ എഴുതാനായിട്ട് എത്ര പൂജ്യങ്ങളുണ്ടോ അത്രയും പൂജ്യങ്ങൾ എണ്ണി നോക്കി
ന്യൂമറേറ്ററിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അത്രയും ഡിജിറ്റുകൾ എണ്ണി നോക്കിയിട്ടാണ് അത്രയും കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിന്റ് ഇടാറ് അല്ലെ. ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിൽ 10ഓ 100ഓ അല്ലാതെ നമുക്കിതാ ഇപ്പോ 5/8 ഇതിനെ ഡെസിമൽ ആക്കാനായിട്ട് പറയുകയാണ്. 5/8 എന്നുള്ളതിനെ ഡെസിമൽ ആക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇങ്ങനത്തെ സംഖ്യകൾ, സാധാരണ നാച്ചുറൽ നമ്പർ റൗണ്ട് ഫിഗർ അല്ലാതെ ഇതുപോലത്തെ നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെയാണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്ററിനെ ഇതുപോലത്തെ റൗണ്ട് ഫിഗർ ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതായത് 10ഓ 100ഓ 1000ഓ 10,000ഓ അങ്ങനത്തെ സംഖ്യകളാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ 8നെ, അതായത് 8ന്റെ മൾട്ടിപ്പിൾസിൽ 8ന്റെ ഗുണന പട്ടികയില് 10ഓ 100ഓ 1000ഓ വരുന്നത് ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ 8ന്റെ ടേബിളിൽ 10 ഇല്ല, 100 ഉണ്ടോ എന്ന് നോക്കാനായിട്ട് എന്താ ചെയ്യുക? 100നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട്. അതുപോലെ 1000 വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അതുപോലെ ചെയ്യാം. അപ്പൊ നമ്മളൊക്കെ ഇത് ഏത് നമ്പർ കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത് എന്നറിയാൻ 8ന്റെ ടേബിളിൽ 10 ഇല്ല, 10 ആക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് അടുത്ത റൗണ്ട് ഫിഗർ? 100 ആണ്. 100 ഉണ്ടോ എന്നറിയാൻ 8നെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇല്ല, കാരണം എന്താ? റിമൈൻഡർ വരുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ അല്ല എന്നുള്ളത് പറയാൻ പറ്റും, ഡിവിസിബിൾ അല്ല എന്നുള്ളത് പറയാൻ പറ്റും. പിന്നെ 1000 പറ്റുമോ എന്നാ നോക്കണം. അപ്പൊ 1000 കൊണ്ട് ചെയ്തപ്പോ ഈ 0 എഴുതി 1000 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് 1000 മൾട്ടിപ്പിൾ ആണ്. എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ? 125 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ. ബൈ 1000. എന്നിട്ട് ഇതിനെ നമ്മൾ ഡെസിമൽ ആക്കുകയാണ് ചെയ്യുക. അതായത് ഇതുപോലത്തെ നാച്ചുറൽ നമ്പേഴ്സ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഉടനടി 10ഓ 100ഓ 1000ഓ 10,000ഓ അല്ലെങ്കിൽ ലാക്കോ, ചിലതൊക്കെ ലാക്കാവും വരിക, അങ്ങനെ പറ്റുമോ എന്ന് നോക്കി ഏത് സംഖ്യയാണെങ്കിൽ ആ സംഖ്യനെ ന്യൂമറേറ്റർ കൊണ്ടും ഡിനോമിനേറ്റർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് സംഖ്യയാണോ വരുന്നത് ആ സംഖ്യയെ രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഡിനോമിനേറ്റർ റൗണ്ട് ഫിഗർ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണം? 3 സീറോസ് ആണുള്ളത്, അപ്പോൾ 0.625 ഈ രീതിയിലാണ് നമ്മൾ അതിനെന്ത് ചെയ്യേണ്ടത്? ഡെസിമൽ ആക്കി മാറ്റേണ്ടത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അത് പല സംഖ്യകളുണ്ട്. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് 1/40, 21/40, 125/125, 121/125 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് പഠിക്കണം. ടീച്ചർ ഡയറക്റ്റ് ആയിട്ട് എക്സസൈസിലേക്ക് പോവുകയാണ്. പേജ് നമ്പർ 121 എക്സസൈസ് ആണ് ടീച്ചർ ചെയ്യാൻ തുടങ്ങുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി ഡെസിമൽ ഫോംസ് ഓഫ് ദി ഫ്രാക്ഷൻസ് ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപം കണ്ടുപിടിക്കുക. അപ്പൊ ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്തു കേട്ടോ. അതിൽ ആദ്യത്തെ ചോദ്യമാണ് വരുന്നത്. എന്ത്? എ ക്വസ്റ്റ്യൻ 3/5. 3/5 ആണ്. അപ്പൊ ഡിനോമിനേറ്ററിനെയാണ് നമുക്ക് എപ്പോഴും ഇത് ഡെസിമൽ ആക്കണമെങ്കിൽ ഡിനോമിനേറ്റർ 10ഓ 100ഓ 1000ഓ ഒക്കെ വരണം. അതാക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ 5ന്റെ ടേബിളില് എന്തുണ്ട്? 10 ഉണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. എന്ത്? 0.6 എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് വന്നു. ചിലത് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അടുത്തത് 7/8 ആണ്. 7/8 നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തത് കൊണ്ട് 8ല് 100, 8 എന്നുള്ള ടേബിളില് 8ന്റെ ടേബിളില് 10 ഇല്ല 100 ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ? 1000 ആണുള്ളത്. അത് തൊട്ട് മുമ്പ് ചെയ്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അല്ലെങ്കിലോ നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ എത്രയാ വരിക? 125 into 7 എത്രയാ? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയോപ്പോ 875/1000 എന്നുള്ളത് വരും. അപ്പൊ ആൻസർ 0.875 എന്ന ആൻസർ കിട്ടും. മോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലെ? അതുപോലെ സി ക്വസ്റ്റ്യൻ എന്താണ്? സി ഏതാണ്? 5/16, 5/16. ഈ 5/16 അതിനെന്താക്കാൻ പറ്റുക നോക്കി. 10 എന്തായാലും പറ്റില്ല, കാരണം അതിനേക്കാൾ ചെറിയ സംഖ്യയാണല്ലോ. 16നേക്കാൾ ചെറിയ സംഖ്യയല്ലേ, അപ്പൊ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ചെയ്തുകൊണ്ട് വരാൻ പറ്റുമോ? അടുത്ത ക്ലാസ്സിൽ നമ്മൾ 2 ഹോംവർക്ക് തന്നു. അപ്പൊ ഇതും കൂടെ ചെയ്ത് നോക്കൂ കേട്ടോ. 5/16ഉം 3/40 ചെയ്തിട്ട് വരും.
ബാക്കി 2 പിന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാം. അപ്പൊ 4 പ്രോബ്ലംസ് ആണ് ഹോംവർക്ക് തന്നിരിക്കുന്നത്. കുറച്ച് മുമ്പത്തെ എക്സസൈസിൽ 2 ഈ 2 അത് രണ്ടും കൂടെ ചെയ്തിട്ട് ഈ 4 കൂടി അടുത്ത ക്ലാസ്സിൽ ചെയ്തിട്ട് വരിക. നമ്മളിപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.